പറമ്പിക്കുളത്തേക്കൊരു യാത്ര വന്നതായിരുന്നു. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൈഗർ റിസർവാണിത്. അങ്ങനെ കാടിനുള്ളിലൂടെയുള്ള യാത്രയുടെ അവസാനം ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു മോണമെൻ്റ് കണ്ടത്. അതിനു മുകളിൽ ഒരു അശോക സ്തംഭവുമുണ്ട്. കൂടെയുണ്ടായിരുന്ന ഗൈഡിനോട് അത് എന്താണെന്ന് സംശയം ചോദിച്ചപ്പോൾ അത് അശോക സ്തംഭമാണ്, ഇന്ത്യയിൽ ഇത് ആകെ 2 എണ്ണമേ ഉള്ളൂ, ഒന്ന് ഇവിടെയും മറ്റൊന്ന് ഡൽഹിയിലെന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു വിശ്വാസം വരാത്തത് കൊണ്ട് ഞാൻ അതിനടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ ഫലകത്തിൽ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തതായി കൊത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ സംഭവം അദ്ദേഹം പറഞ്ഞതൊന്നുമല്ല. പറമ്പിക്കുളം ആളിയാർ പദ്ധതി എന്ന പേരിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു ജല പങ്കിടൽ കരാർ നിലവിലുണ്ട്. പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്കായി 1959-69 കാലഘട്ടത്തിലാണ് ആളിയാർ നദിക്ക് കുറുകെ ആളിയാർ അണക്കെട്ട് പണി കഴിപ്പിച്ചത്. 1962 ഒക്ടോബർ 2 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജായിരുന്നു അധ്യക്ഷൻ. ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി 2002 ഒരു പദ്ധതി ഇവിടെ ആരംഭിച്ചു. അതായത് ഈ അണക്കെട്ട് നിർമ്മിച്ചതിൻ്റെ ഒരു സ്മാരകമായാണ് ഇത് നിർമ്മിച്ചത്.